Good morning. നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങി. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. പേജ് നമ്പർ എത്രയായിരുന്നു നിങ്ങളുടെ ടെക്സ്റ്റില്? ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീനിൽ 58 ആണ്. ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ 52 ആണ് അല്ലെ? നിങ്ങളുടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷനെയാണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതായിരുന്നു? നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണ് അറിയപ്പെടുന്നത്? ദ വേർഡ് നോസോകോമിയൽ. ഈ നോസോകോമിയൽ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഏതാണ് അതിന്റെ ലാറ്റിൻ വേർഡ്? നോസോകോമിയോൺ. വാട്ട് ഈസ് ദ മീനിങ് നോസോകോമിയോൺ? ഹോസ്പിറ്റൽ. അത് ചോദിക്കാറുണ്ട്. നോസോകോമിയോൺ എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിന്റെ മീനിങ് ഹോസ്പിറ്റൽ എന്നാണ്. ഇനി നമ്മൾ പറഞ്ഞു ഈ ഇൻഫെക്ഷൻ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യാം, അല്ലെങ്കിൽ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റി, മറ്റുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ നിന്നും അക്യൂർ ചെയ്യാം. അതുകൊണ്ട് ഇതിനെ എന്തെന്ന് പറയുന്നു? ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നറിയപ്പെടുന്നു. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷനെ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ നോക്കിയേ, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇത് 3 പേരുകൾ അവിടെ വരുന്നുണ്ട്. അതർ നെയിംസ് ചോദിക്കാം. നമ്മൾ പറഞ്ഞത് എന്താണ്? സച്ച് ഇൻഫെക്ഷൻ മേ ബി അക്യൂർഡ് ഇൻ ഹോസ്പിറ്റലിൽ നിന്നാകാം, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സിൽ നിന്നാവാം, നഴ്സിംഗ് ഹോമിൽ നിന്നാകാം, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്, ഡയഗ്നോസ്റ്റിക് ലബോറട്ടറീസ് ഓർ അതർ ക്ലിനിക്കൽ സെറ്റിംഗ്സ്. മറ്റുള്ള ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ നിന്നും ഒക്കെ നമുക്കിത് അക്യൂർ ചെയ്യാം. അതൊന്ന് അണ്ടർലൈൻ ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. Infection is spread to the affected patient in clinical setting by many means. ഇനി നമ്മളൊരു ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇൻഫെക്ഷൻ നമുക്ക് എന്താണ് സ്പ്രെഡ് ചെയ്യുന്ന പല രീതിയിലാണ്. പല വഴിയിലൂടെ പേഷ്യൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ. ഇനി ആര് മൂലമാകാം? ഹെൽത്ത് കെയർ സ്റ്റാഫ് മൂലമാകാം. ഹോസ്പിറ്റലിലെ സ്റ്റാഫിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ദ ഇൻഫെക്ഷൻ ഡിസൈഡ് ടു. ഇനി അവരിൽ നിന്ന് ഏതൊക്കെ രീതിയിലൂടെ വരാം? അവർ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ അതിൽ നിന്ന് വരാം. വെറ്റ് ലിനൻ, പ്രോപ്പർ ആയിട്ട് നമ്മുടെ ലോണ്ടറി ലിനൻ സർവീസ്, ബെഡ്ഷീറ്റ് സംഭവങ്ങൾ അതൊക്കെ ക്ലീൻ ആൻഡ് നീറ്റ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരാം. ഓർ എയർ ഡ്രോപ്സ്, അല്ലെങ്കിൽ എയർ ഡ്രോപ്സ് കൂടെ വരാം അല്ലെ? വായുവിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ, ഇൻഫെക്ഷൻ ഉള്ള ഒരാള് സംസാരിക്കുമ്പോൾ ആ ഡ്രോപ്സ് എയറിലേക്ക് വരൂലേ? അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരാളിലേക്ക് വരാം. അങ്ങനെ ഹെൽത്ത് കെയർ സ്റ്റാഫിൽ നിന്നും ഇൻഫെക്ഷൻ നമുക്ക് പല രീതിയിൽ വരാം. കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്ന വഴി, വെറ്റ് ലിനൻസ് വഴി, then എയർ ഡ്രോപ്സ് വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇനി it can also originate from the outside environment. നമ്മുടെ പുറമെ നിന്നും ആകാം. ഇത് ഈ ഇൻഫെക്ഷൻ വരുന്നത് നമുക്ക് പുറമെ നിന്നും ആകാം. അനന്തർ ഇൻഫെക്റ്റഡ് പേഷ്യന്റ്, വേറെ ഇൻഫെക്ഷൻ ഉള്ള ആളിൽ നിന്നും ആകാം. സ്റ്റാഫ് ഹു ആർ ഇൻഫെക്റ്റഡ്, ഇൻഫെക്ഷൻ ഉള്ള ഈ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫിൽ നിന്നും ആകാം. ഓർ ഇൻ സം കേസസ് ദ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ cannot be ascertained. Ascertain എന്ന് പറഞ്ഞാൽ തിട്ടപ്പെടുത്തുക. ചില സമയത്ത് ഇൻഫെക്ഷന്റെ സോഴ്സ് എവിടെ നിന്നാണ് ഇൻഫെക്ഷൻ കിട്ടിയത്, ഇൻഫെക്ഷൻ വന്നത്, അതിന്റെ സോഴ്സ് ഉറവിടം നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ഔട്ട്സൈഡ് എൻവയോൺമെന്റിൽ നിന്നാകാം, ഇൻഫെക്ഷൻ ഉള്ള ആളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം, ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫിൽ നിന്നും വരാം. എന്നാൽ ചില സമയത്ത് നമുക്ക് ഈ സോഴ്സ് എവിടെ നിന്നാണ്, ഇൻഫെക്ഷന്റെ സോഴ്സ് ഏതാണ് എന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് തിട്ടപ്പെടുത്താൻ പറ്റില്ല. In certain cases, the microorganism emerged from the patient's own skin, becoming
ഓപ്പർച്യൂണിസ്റ്റിക് ആഫ്റ്റർ സർജറി. ഇനി ചില ആളുകൾക്ക് എന്താണ് ആ പേഷ്യൻസിന്റെ സ്കിന്നിൽ എന്താ ഇൻഫെക്ഷൻ വരാം. ബിക്കമിങ് ഓപ്പർച്യൂണിസ്റ്റിക് ആഫ്റ്റർ സർജറി. ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞ അവസരം, അതായത് സർജറിക്ക് ശേഷം ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? സർജറി ഒക്കെ ചെയ്തതിന് ശേഷം ചിലപ്പോൾ ഇൻഫെക്ഷൻ ആവാം. അവിടെ വെള്ളമൊന്നും നനയാൻ പാടില്ല എന്നൊക്കെ പറയും അല്ലെ. നല്ല ഉണങ്ങിയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. ചിലപ്പോ ചിലർക്കൊക്കെ ഇപ്പൊ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ചിലർക്കൊക്കെ സ്റ്റിച്ചൊക്കെ പഴുക്കാം. ഇങ്ങനെ അതായത് സർജറിക്ക് ശേഷം ചിലപ്പോ നമുക്ക് ഇൻഫെക്ഷൻ വരാം. പിന്നെ രണ്ടാമത് ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ മേടിക്കണം അല്ലെ. അങ്ങനെ മേടിക്കണം. ആ പഴുക്കും ചിലർക്കൊക്കെ അങ്ങനെ വരാറുണ്ട്. ഇൻഫെക്ഷൻ വരാം. അത് പേഷ്യന്റിന്റെ സ്കിന്നിൽ സ്വന്തമായിട്ട് വരുന്നതാണ്. Patients on skin becoming ഏത് സമയത്ത്? ആഫ്റ്റർ ദ സർജറി. ആഫ്റ്റർ സർജറി, സർജറിക്ക് ശേഷം പേഷ്യൻസിന്റെ ബോഡിയിൽ ചിലപ്പോൾ സ്വന്തമായിട്ട് ചിലപ്പോ ഇൻഫെക്ഷൻ വരാം. Nosocomial infection shows a tendency to lack proof. നമുക്ക് ഇതിന് പ്രൂഫ് ചെയ്യാനായിട്ട് നമുക്ക് ഇതൊന്നും ഇല്ല. എന്താ? That it was present when the patient got into the healthcare setting. ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യന്റ് ചെല്ലുന്ന സമയത്ത് നമുക്ക് അവർക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ ഒരു തെളിവില്ല. കണ്ടോ? The nosocomial infection shows a tendency to lack proof. Proof ഇല്ല. എന്താ? That it was present. അത് നിലവില് അയാൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറയാനായിട്ട് പ്രൂഫ് ഒന്നും നമുക്കില്ല. അതായത് ആ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ ഒരു പ്രൂഫ് ഇല്ല. അതുകൊണ്ട് thus the meaning it was occurred post admission. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുള്ളൂ? അങ്ങനെ ഒരാൾക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ അത് അഡ്മിഷന് ശേഷം വന്നതാണേ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം നമുക്ക് കിട്ടിയതാണെന്നേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയാൻ ഒരു തെളിവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അഡ്മിഷൻ, അത് ഇൻഫെക്ഷൻ അക്വേർഡ് ഇൻ പോസ്റ്റ് അഡ്മിഷൻ. അഡ്മിഷന് ശേഷമാണ് ഇൻഫെക്ഷൻ നമുക്ക് കിട്ടിയത്. അതായത് ഹോസ്പിറ്റലിൽ നിന്നാണ് ആ ഇൻഫെക്ഷൻ കിട്ടിയത് എന്ന് പറയാനേ നമുക്ക് കിട്ടിയുള്ളൂ. ഓക്കെ. ആ സെന്റൻസ് കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അവിടെ ഹെൽത്ത് കെയർ സ്റ്റാഫ് ഓൾസോ സ്പ്രെഡ് ഇൻഫെക്ഷൻ ഡിസൈഡ് ടു കണ്ടാമിനേറ്റഡ് എക്യുപ്മെന്റ്, ലിനൻ ഓർ എയർ ഡ്രോപ്സ്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, അത്രയും മതി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സിംറ്റംസ്. ഓക്കെ, അതായത് ഫോർ എ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ the infection must arise. ഇങ്ങനെയൊക്കെ ആകാം ഇൻഫെക്ഷൻ. HAI എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം ആട്ടോ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ. ഇനി നോക്കാം. ഇനി ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ നേരത്തെ പിടിച്ച് എഴുതൂല, HAI എന്നാണ് കൊടുത്തേക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ വായിക്കുക ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണ്. For a HAI hospital acquired infection, the infection must arise. എങ്ങനെയാണ് ഇൻഫെക്ഷൻ വരുന്നത്? Up to 48 hours after hospital admission. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. Up to 48 hours after the hospital admission. എങ്ങനെയൊക്കെയാ ആ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷന് ചാൻസ് പറയുന്നത്? Up to 48 hours after the hospital admission. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ. അടുത്തത് up to 3 days after discharge. ഡിസ്ചാർജിന് ശേഷം നമുക്ക് up to 3 days 3 ദിവസം ആഫ്റ്റർ ദ ഡിസ്ചാർജ്. നമ്മൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നു, നാളെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ മറ്റന്നാളെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ 3 ദിവസം പറഞ്ഞുണ്ട് കേട്ടോ. ഈ ഡിസ്ചാർജ് ചെയ്ത് നമുക്ക് 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതിനെ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം. അതായത് നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഒരു 18 ദിവസമൊക്കെ നമുക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് അത് ഹോസ്പിറ്റലിൽ നിന്ന് പറയാം. 3 ദിവസം എന്ന് പറഞ്ഞിട്ട് up to 3 days വരെ ആഫ്റ്റർ ഡിസ്ചാർജ്. ഡിസ്ചാർജിന് ശേഷം 3 ദിവസം വരെ. അടുത്ത നോക്കിയേ, ഇൻ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി when someone was admitted
for reasons except for the infection. ഇനി ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഒരാൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ എന്ത് റീസൺ കൊണ്ട്? ഇൻഫെക്ഷൻ ഒഴികെയുള്ള ഒരു റീസൺ, ഒരു കാരണം കൊണ്ട് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഒരാൾ അഡ്മിറ്റ് ആയി, എന്നിട്ട് അയാൾക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും എന്തെന്ന് പറയാം? അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം. ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഇൻഫെക്ഷൻ അല്ലാതെ വേറൊരു രോഗം കൊണ്ട് അദ്ദേഹം അഡ്മിറ്റ് ആയത് പക്ഷെ അയാൾക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും എന്തെന്ന് പറയാം? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയാം. അപ്പോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് ഒരാൾ അഡ്മിറ്റ് ആക്കാണ്, എന്നിട്ട് അയാൾക്ക് ഇൻഫെക്ഷൻ വരുവാണെങ്കിലും എന്തെന്ന് പറയാം? ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ മസ്റ്റ് അറൈസ്. എങ്ങനെയൊക്കെ നമുക്ക് പ്രത്യക്ഷപ്പെടാം, എങ്ങനെയൊക്കെ പറയാം, ആവിർഭവിക്കാം. ക്ലിയർ അല്ലേ 3 പോയിന്റ്സ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനു ശേഷം 48 മണിക്കൂർ വരെ ഡിസ്ചാർജ് ചെയ്ത് 3 ദിവസം വരെ ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ, ഇനി ഇൻഫെക്ഷൻ അല്ലാത്ത ഒരു കാരണം കൊണ്ട് ഒരാളെ അഡ്മിറ്റ് ആക്കി പക്ഷെ അയാൾക്ക് ഇൻഫെക്ഷൻ വന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയും. ഇനി മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻസ് ആർ HAIS. അത് നോട്ട് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്? ഫസ്റ്റത്തെയാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTIS. ഷോർട്ട് ഫോം നോക്കി വെക്കുക കേട്ടോ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന അണുബാധ. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, മൂത്രാശയ അണുബാധ, യൂറിനറി ട്രാക്ട്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. നമ്മളത് നമുക്കിപ്പോ യൂറിനൊക്കെ പോകാൻ ട്യൂബൊക്കെ കൂടുതൽ ഇടുന്ന ആളുകൾക്കൊക്കെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ വരാം അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ അതൊരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. നമ്മൾ എന്താ, നമുക്ക് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുക സർജറിക്ക്. അപ്പൊ വേണ ഈ എക്യുപ്മെന്റ്സിൽ നിന്നും ആ സൈറ്റിലേക്ക് ഇൻഫെക്ഷൻ വരാം, ആ ഒരു ഭാഗത്തേക്ക് വരാം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ അതൊരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. Then gastroenteritis. ആമാശയത്തിന്റെയും കുടലിന്റെയും വീക്കമാണ് കേട്ടോ. ഇൻഫ്ലമേഷൻ ഓഫ് ദ സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. സ്റ്റൊമക്, വയറിന്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇൻറ്റസ്റ്റൈൻസിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബൾജിങ്, ഒരു വീക്കമാണ് ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ ഓഫ് ദ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ നാളത്തിനൊക്കെ ഉണ്ടാകുന്ന ഒരു വീക്കമാണ്. സ്റ്റൊമക്കിന്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ ഇതിലൊക്കെ ഉണ്ടാകുന്ന ഒരു വീക്കം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് മാത്രം നോക്കി വെച്ചാൽ മതി. അടുത്തതാണ് മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ എന്താ? മെനിഞ്ചസ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ? മെനിഞ്ചസ്, മസ്തിഷ്ക ജ്വരം. ഓക്കെ, മെനിഞ്ചൈറ്റിസ്. മെനിഞ്ചസ് എന്ന് പറഞ്ഞാൽ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും ഒക്കെ കവർ ചെയ്യുന്ന ഒരു ലെയർ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനെയും സ്പൈനൽ കോഡിനെയൊക്കെ കവർ ചെയ്യുന്ന ലെയർ ആണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിന് ഉണ്ടാക്കുന്ന വീക്കമാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. ഡിസീസ് കോസ്ഡ് ബൈ ദ ഇൻഫ്ലമേഷൻ. Bulging ആണ്. Inflammation of the protective membrane of covering the brain and spinal cord. ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന ലെയർ ആണ് മെനിഞ്ചസ്. ആ മെനിഞ്ചസിൽ ഉണ്ടാക്കുന്ന വീക്കം, ഇൻഫ്ലമേഷൻ, അതാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. മസ്തിഷ്ക ജ്വരം, മെനിഞ്ചൈറ്റിസ്. അടുത്തതാണ് ന്യൂമോണിയ. ഇൻഫ്ലമേഷൻ ഓഫ് ദ ലങ്സ്. നമ്മുടെ ലങ്സിന്റെ ഫ്ലൂയിഡ് ഒക്കെ നിറഞ്ഞിട്ട്, ഇതൊക്കെ നിറഞ്ഞിട്ട് ലങ്സിൽ ഉണ്ടാക്കുന്ന വീക്കം, ലങ് ഇൻഫെക്ഷൻ, ന്യൂമോണിയ. ഒരെണ്ണം കൂടി നിങ്ങൾ അവിടെ എഴുതി വെച്ചോ കേട്ടോ. ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ, എന്താണ് സ്കിൻ ഇൻഫെക്ഷനും കൂടി ചേർത്തോ അവിടെ. സ്കിൻ ഇൻഫെക്ഷനും ഒരു ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. സ്കിൻ ഇൻഫെക്ഷൻ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേരെ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതേ നിങ്ങൾക്ക് ചോദിക്കുള്ളൂ.
പിന്നെ ഒരെണ്ണം കൂടി ഞാൻ പറഞ്ഞതേ സ്കിൻ ഇൻഫെക്ഷൻ, സ്ഥലം ഉണ്ടല്ലോ. ഇത്രയുമാണ് കോമൺ ആയിട്ടുള്ള ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ്, മെനിഞ്ചൈറ്റിസ്, ന്യൂമോണിയ, സ്കിൻ ഇൻഫെക്ഷൻ, ഇതെല്ലാം ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ആണ്. അവിടെ ചോദിക്കാം കേട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, അവിടെ ടിക്ക് ഇട്ട് വെച്ചോ കേട്ടോ. നെക്സ്റ്റ് നോക്കിയേ, അപ്പൊ പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതാ പേരുകൾ മാത്രം നോക്കിയാൽ മതി. യൂറിനറി ട്രാക്ട് എന്ന് പറഞ്ഞാൽ മൂത്രാശയത്തിൽ ഉണ്ടാകുന്ന ഒരു അണുബാധ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, സർജിക്കൽ സൈറ്റിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഡൈജസ്റ്റീവ് ട്രാക്ട്, ദഹനനാളത്തിൽ ഉണ്ടാകുന്ന, സ്റ്റൊമക്കിന് ഉണ്ടാകുന്ന ആ ഒരു ഇൻഫ്ലമേഷൻ ആണ്. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ മെനിഞ്ചസിന് ഉണ്ടാകുന്ന വീക്കം, മെനിഞ്ചൈറ്റിസ്. ന്യൂമോണിയ ലങ്സ് ഇൻഫെക്ഷൻ ആണ്, ലങ്സിന് ഉണ്ടാകുന്ന വീക്കാണ് കേട്ടോ. നെക്സ്റ്റ്, ദ സിംറ്റംസ് ഫോർ ദീസ് ഇൻഫെക്ഷൻ മേ കൺസിസ്റ്റ് ഓഫ്. ഇനി ഈ ഇൻഫെക്ഷന്റെ സിംറ്റംസ് എന്തൊക്കെയാ, ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. സിംറ്റംസ് എന്തൊക്കെയാണ്? ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. ഒരു ഇൻഫെക്ഷൻ വരുമ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പറഞ്ഞു. എന്തായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സിംറ്റംസ്? വന്നിട്ടുള്ളവരാരെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തായിരുന്നു നിങ്ങൾക്ക് വന്ന സിംറ്റംസ്? എന്തായിരുന്നു? സർജറി ഒക്കെ കഴിഞ്ഞു, ചിലപ്പോ ആ സർജിക്കൽ സൈറ്റിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാം, വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കുറച്ചു പേര്. അപ്പൊ എന്തായിരുന്നു നിങ്ങൾക്ക് അവിടെ ഉണ്ടായ ഒരു സിംറ്റംസ്? എന്താ? മുണ്ടിൽ പഴുപ്പ് വരും, മുറിവ്. ആ ഒരു ഭാഗം എന്താ ചുവന്ന് തടിച്ച് അവിടെ എന്താ ഇച്ചിരി കൂടിയും ഇതാകുമ്പോൾ ചിലപ്പോ അവിടെ നിന്ന് ചെറിയ പഴുപ്പ് പോലെ വരാം, അല്ലേ? പഴുപ്പ് വരാം. അതാണ് ഒന്നാമത്തെ നമ്മളൊരു സിംറ്റംസ് പറയുന്നത്. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്, മുറിവിൽ നിന്നും ഈ പുറത്തേക്ക് ഇങ്ങനെ പസ് പോലെ, പഴുപ്പ് പോലെ ഇത് പുറത്തേക്ക് വരാം. ഒന്നാമത്തെ, മുറിവിൽ നിന്നും പുറത്തേക്ക് വരാം, പഴുപ്പ് പോലെയുള്ളത് പുറത്തേക്ക് വരാം. അത് നമുക്ക് ഇൻഫെക്ഷൻ എന്ന് പറയാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു, ഇൻഫെക്ഷൻ ആയി, അല്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ പഴുപ്പ് പോലെ വരൂലേ? അതാണ് ഒന്നാമത്തെ ഒരു ഇത് പറഞ്ഞത്. ഡിസ്ചാർജ് ഫ്രം എ വൂണ്ട്. വൂണ്ട് എന്ന് പറഞ്ഞാൽ WOUND, മുറിവാണ്. മുറിവിൽ നിന്നും പുറത്തേക്ക് പഴുപ്പ് പോലെ വരാം. ഫീവർ, പനി ഉണ്ടാകാം, പനി ഉണ്ടാകാം. കഫ്, ചുമ ഉണ്ടാകാം. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ശ്വാസം മുട്ടൽ അനുഭവപ്പെടാം. ചിലർക്ക് ചുമച്ച് ശ്വാസം കിട്ടാത്ത പോലെ, ശ്വാസം മുട്ട് പോലെ തോന്നാം. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. അടുത്ത് നോക്കിയേ, ബേണിംഗ് വിത്ത് യൂറിനേഷൻ ഓർ ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ടുള്ളവർക്ക് അറിയാം. ബേണിംഗ് വിത്ത് യൂറിനേഷൻ, യൂറിൻ ചെയ്യുമ്പോൾ നമുക്ക് ബേണിംഗ്, അല്ലെ? പുകച്ചിൽ വരാം, പുകച്ചിൽ അനുഭവപ്പെടാം. ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ, ഇനി യൂറിൻ പാസ് ചെയ്യണമെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അന്നേരം ഒരു ബുദ്ധിമുട്ട് വരാം, യൂറിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. അതൊക്കെ യൂറിനറി ഇൻഫെക്ഷന്റെ സിംറ്റംസ് ആട്ടോ പറഞ്ഞേക്കണം. വേദന വരാം, ഓക്കെ, വേദന വരാം, വേദന വരാം, അല്ലെ? ബേണിംഗ് വിത്ത് യൂറിനേഷൻ, യൂറിനേഷന് ചെയ്യുമ്പോ പുകച്ചില് ഭയങ്കര പുകച്ചിലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ യൂറിൻ ചെയ്യാൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം. അടുത്താണ് ഹെഡ് ഏക്ക്, തലവേദന. നോസിയ, നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം വരാം, നോസിയ. വോമിറ്റിംഗ്, വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി വരാം, വോമിറ്റിംഗ് ഉണ്ടാവാം. ഡയേറിയ, ഡയേറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം വരാം. ഇത്രയാണ് മെയിൻ ആയിട്ട് നമുക്ക് സിംറ്റംസ് പറയുന്നത്. സിംറ്റംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. മുറിവിൽ നിന്നും പുറത്തേക്ക് പഴുപ്പ് പോലെ ഇത് വരാം, പനി വരാം, ചുമ വരാം, ശ്വാസമുട്ടല് തോന്നാം, യൂറിൻ ചെയ്യാനായിട്ട് പുകച്ചിൽ വരാം, യൂറിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം, തലവേദന വരാം, നോസിയ, വോമിറ്റിംഗ്, ഡയേറിയ. നോസിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കാനം വരാം, ഛർദിൽ വരാം, ഡയേറിയ, വയറിളക്കം വരാം. ഇനി നോക്കിയേ നെക്സ്റ്റ് പേജ്. People who experience new symptoms in the course their stay may also experience pain and irritation at the infection site. Many will experience noticeable symptoms.
Okay. People who experience new symptoms. ഇനി നമുക്ക് പുതിയ സിംറ്റംസ് വേണമെങ്കിൽ ആളുകൾക്ക് ആ കോഴ്സ് സമയത്ത് ആളുകൾക്ക് പുതിയ സിംറ്റംസ് അനുഭവപ്പെടാം. അങ്ങനെയുള്ളവർക്ക് അവരെന്താ പറയുന്നത്, മേ ഓൾസോ എക്സ്പീരിയൻസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ. വേദനയും ഒരു ഇറിറ്റേഷനും ഒരു ബുദ്ധിമുട്ടും അവർക്ക് വരാം. ആ ഇൻഫെക്ഷൻ സൈറ്റില് അവർക്ക് വേദനയും അതുപോലെ ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഇറിറ്റേഷൻ അങ്ങനെയുള്ളത് അനുഭവപ്പെടാം. മെനി will experience noticeable symptoms. പലർക്കും പല പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളും അനുഭവപ്പെടാം. പലർക്കും പല പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളും വരാം. പലർക്കും പുതിയ പുതിയ ലക്ഷണങ്ങൾ വരാം എങ്കിലും ആളുകൾ പറയുന്നത് ആ പെയിനും ഇറിറ്റേഷനും അവർക്ക് ഉള്ള ഒരു ഇതാ പറയുന്നത്. പീപ്പിൾ സേ ദ എക്സ്പീരിയൻസ് പെയിൻ ആൻഡ് ഇറിറ്റേഷൻ അറ്റ് ദ ഇൻഫെക്ഷൻ സൈറ്റ്. ഇൻഫെക്ഷൻ സൈറ്റില് വേദനയും ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാകാം. മിക്ക ആളുകൾക്കും പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പഠിക്കണം കേട്ടോ. ആ ബബിൾസിലുള്ളത് പഠിക്കണം. അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് ഈ നോസോകോമിയൽ ഇൻഫെക്ഷന്റെ സോഴ്സ് ഏതൊക്കെയാണ്, അതിന്റെ പല മാർഗങ്ങൾ, എവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റിലേക്ക് എവിടെ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം, നോസോകോമിയൽ ഇൻഫെക്ഷൻ വരാം. ഒരു കുട്ടി അവിടെ കിടക്കണുണ്ടോ, ആ ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിലേക്ക് ഏതൊക്കെ രീതിയിലൂടെ ഇൻഫെക്ഷൻ വരാം. ഫസ്റ്റ് നോക്കിയേ, അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്ന് വരാം. ഇൻഫെക്ഷൻ ഉള്ള ഒരാളുണ്ട് അപ്പുറത്ത്, അയാളിൽ നിന്ന് വരാം. അയാൾ സംസാരിക്കുമ്പോൾ അയാളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം, അല്ലെ? അതർ പേഷ്യൻസ്, മറ്റുള്ള പേഷ്യൻസിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. അടുത്തതാണ് വിസിറ്റേഴ്സ്. നിങ്ങൾ കാണാൻ പോകാറില്ലേ? അല്ലെ? നിങ്ങൾ കാണാൻ പോകാറില്ലേ? ആരെങ്കിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കാന്ന് പറയുമ്പോ നിങ്ങൾ ഓടിച്ചാടി കാണാൻ പോകും. എന്താ പറയാ, ശരിക്കും സ്നേഹം കൊണ്ട് ഈ കാണാൻ പോകില്ല. നമുക്ക് വല്ല ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ കാര്യം സ്നേഹം കൊണ്ടൊക്കെ ചെല്ലുന്നത്. പക്ഷെ ഓടിച്ചാടി ചെല്ലുമ്പോൾ ആ വരുന്ന വിസിറ്റേഴ്സ്, അവരെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ്, അതുകൊണ്ടാണ് മിക്ക ഹോസ്പിറ്റൽസ് ഒക്കെ ബൈ സ്റ്റാൻഡേർഡായിട്ട് ഒരാളാക്കി നിൽക്കാൻ പറ്റുള്ളൂ. വിസിറ്റേഴ്സിന് അധികം ഒന്നും അനുവദിക്കില്ല. പിന്നെ പാസ്സൊക്കെ കൊടുത്ത റെസ്ട്രിക്ഷൻ ഉണ്ട് അവിടെ. നമ്മൾ ആള് സേഫായി വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് പോയി കാണുമല്ലോ, കുഴപ്പമില്ല. നമ്മളിപ്പോ വിസിറ്റിംഗ് ടൈം ഉണ്ട്, ശരിയാ. അതൊക്കെ നമ്മൾ പേഷ്യൻസ്, നമ്മൾ വിസിറ്റേഴ്സിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാ. നമ്മൾ ആരെങ്കിലും ആശുപത്രിക്ക് എടുക്കുന്ന ഓടിച്ചാടി നമ്മൾ സ്നേഹം കൊണ്ട് നമ്മൾ പോയി വിചാരിക്കും, നമ്മൾ ചെന്നെങ്കിൽ അവരെന്ത് വിചാരിക്കുന്നു ഓർത്തുകൊണ്ട് നമ്മൾ പോകും, അല്ലേ? പക്ഷെ എന്താ, ശരിക്കും അധികം കാണാൻ പോകാതിരിക്കുക നല്ലത്. ക്ലാസ്സിൽ അവിടെ ഉണ്ട്, ശരിയാ. മിക്ക ആളുകള് അല്ലാതെ ഞാൻ ഇത്രയും ദിവസം ആശുപത്രി കിടന്നിട്ട് നീ കാണാൻ വന്നിട്ടില്ലോ എന്ന് ചോദിക്കൂല്ലേ, നമ്മളോട് ചോദിക്കും. നമ്മൾ ശരിക്കും സ്നേഹം കൊണ്ടാ, അല്ലെങ്കിൽ നമ്മൾ പോയി നമ്മൾ പല സിറ്റുവേഷനിൽ ചെല്ലുന്നതാണ്. അപ്പൊ അവർക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഇത് അതല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന. എന്താ, മറ്റാരുമായിട്ടും ഇതില്ലാതെ സേഫ് ആയിട്ട് അവർക്ക് എടുക്കുക, അവർക്ക് നല്ല കെയറിങ് കൊടുക്കുക, എല്ലാത്തിനും നല്ല ഫ്രീ ആക്കി അതിനാണ് അഡ്മിറ്റ് ആക്കുന്നത് അവിടെ. അപ്പൊ നമ്മളിങ്ങനെ ഓടിച്ചാടി ചെല്ലുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല. ചെല്ലുന്ന വിസിറ്റേഴ്സിന് ഇതുപോലെ വല്ല ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിലോ അവരിന്ന് വരാം. അടുത്തൊരു സോഴ്സ് ഏതാണ്? വിസിറ്റേഴ്സ്. അടുത്ത് നോക്കിയേ, ഹോസ്പിറ്റൽ പേഴ്സൺ. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളിൽ നിന്ന് വരാം. ഇനി ഇൻഫെക്ഷൻ ഉള്ള സ്റ്റാഫുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് നമ്മളെ കെയറിംഗിന്റെ ഭാഗമായിട്ട് മരുന്ന് തരാനും ഇതൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലില് മറ്റുള്ള ആളുകളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഇത് നോക്കിയ സർജിക്കൽ പ്രൊസീജിയർ. നമ്മൾ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ പറഞ്ഞില്ലേ, ഈ സർജറി ഒക്കെ ചെയ്യുമ്പോൾ എക്യുപ്മെന്റ്സ്, അല്ലെ? അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ്, പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴും വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. അടുത്തത് എയറിൽ കൂടെ വരാം. പറഞ്ഞില്ലേ, പേഷ്യൻസ് ഒക്കെ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾ ആരെങ്കിലും ഒക്കെ സംസാരിക്കുമ്പോൾ ആ ഇൻഫെക്ഷൻ എയറിലേക്ക് വരും. ആ എയർ നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാം. അടുത്ത നോക്കിയേ, വാട്ടർ ഓർ ഫുഡ്. വാട്ടർ ഓർ ഫുഡ് എന്ന് പറഞ്ഞാൽ കണ്ടാമിനേറ്റഡ് ആയിട്ടാണ് കേട്ടോ. കണ്ടാമിനേറ്റഡ് വാട്ടർ ഓർ ഫുഡ്, എന്താ ഫുഡ് നമ്മൾ തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കണം എന്ന് പറയും. അതുപോലെ പഴകിയ ഭക്ഷണം ഒന്നും കഴിക്കരുതെന്നൊക്കെ പറയും. അതിനും ചിലപ്പോൾ വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. ഇനി അടുത്തതാണ് പേഷ്യൻസ് നോർമൽ ഫ്ലോറ. പേഷ്യൻസ് നോർമൽ ഫ്ലോറ, നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് തന്നെ. നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ്, അത് പേഷ്യൻസിന്റെ നോർമൽ ഫ്ലോറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് അങ്ങനെയുള്ളത്.
നമുക്ക് വേറെ ഡാമേജോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ഓൾറെഡി നമുക്കുള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ്. അടുത്ത് നോക്കിയേ, ഫോമിറ്റി കണ്ടാമിനേഷൻ. ഫോമിറ്റി കണ്ടാമിനേഷൻ, മറ്റു ഒബ്ജക്ട്സുകളിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഫോമിറ്റി കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒബ്ജക്ട്സ് ആണ് കേട്ടോ. ഇപ്പൊ നമുക്ക് ഡോറിന്റെ ടേബിളോ അല്ലെങ്കിൽ ഡോറിന്റെ നോബ്, സ്വിച്ച്, അങ്ങനെയൊക്കെയുള്ള മറ്റുള്ള ഒബ്ജക്ട്സ്, വസ്തുക്കളിൽ നിന്നും നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ പിടിച്ചതാണ്, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് നമ്മളിലേക്ക് ഇൻഫെക്ഷൻ വരാം. മറ്റുള്ള ഒബ്ജക്ട്സുകളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. അതാണ് ഫോമിറ്റി കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞേട്ടോ. മറ്റുള്ള ഒബ്ജക്ട്സുകളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. അടുത്ത് നോക്കിയേ, ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ. മറ്റു ഉപകരണങ്ങള്, ഡ്രെയിൻസ് ആൻഡ് കാത്തീറ്റർ. കാത്തീറ്റർ സ്മോൾ ട്യൂബ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കാത്തലാബിൽ ഉപയോഗിക്കുന്നതാണ് ചെറിയൊരു ട്യൂബ്. അതിന്റെ ടിപ്പിന് നീഡില് നമ്മള് ബ്ലോക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് കത്തീറ്റർ. കത്തീറ്ററിൽ നിന്നും ഡിവൈസുകള്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ, ഇതിൽ നിന്നൊക്കെ ഇൻഫെക്ഷൻ വരാം. അപ്പൊ നിങ്ങൾ വേറെ ഡീറ്റെയിൽ ഒന്നും നോക്കണ്ട. അതില് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, അതിന്റെ സോഴ്സ് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെ ഒരാളിലേക്ക് ഇൻഫെക്ഷൻ വരാം, ആ ബബിൾസ് എല്ലാം നോക്കണം കേട്ടോ. മറ്റു പേഷ്യൻസിൽ നിന്ന്, വിസിറ്റേഴ്സിൽ നിന്ന് വരാം, ഹോസ്പിറ്റലിലെ പേഴ്സൺസിൽ നിന്ന് വരാം, സർജിക്കൽ പ്രൊസീജിയർ വഴി വരാം, എയറിൽ നിന്ന് വരാം, വാട്ടർ ഓർ ഫുഡ് വഴി വരാം, പേഷ്യൻസിന്റെ ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസം, പേഷ്യൻസിന്റെ നോർമൽ ഫ്ലോറ, അതിൽ നിന്ന് വരാം. ഫോമിറ്റി കണ്ടാമിനേഷൻ, മറ്റുള്ള ഒബ്ജക്ട്സുകളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. ഡിവൈസസ്, ഡ്രെയിൻസ് ആൻഡ് കത്തീറ്റർ, ഇൻഫെക്ഷൻ. അതെ, പേരുകൾ മാത്രം നോക്കി വയ്ക്കാം. ഓക്കെ, ഇനി അടുത്തത്, ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. ഇനി ഈ നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ള ആളുകൾ ആരൊക്കെയാണ്, അതിന് റിസ്ക് ഉള്ള ആളുകൾ ആരൊക്കെയാണ്, ആർക്കൊക്കെ ഈ ഇൻഫെക്ഷൻ വരാം, കൂടുതൽ റിസ്ക് ഉള്ള ആളുകൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹു ഈസ് അറ്റ് ദ റിസ്ക് ഫോർ നോസോകോമിയൽ ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷന് സാധ്യതയുള്ള ആളുകൾ ആരെല്ലാം? Those who are admitted to the healthcare facility are the risk for contracting HAI. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു സംഭവം, ഈ ഒരു റിസ്ക് ഉണ്ട്, ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയില് അഡ്മിറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇതിനുള്ള ഒരു അപകട സാധ്യതയുണ്ട്. ഫോർ സം ബാക്ടീരിയ ദ റിസ്ക് മേ ഓൾസോ ഡിപ്പെൻഡ് ഓൺ. ചില ബാക്ടീരിയ മൂലമാകാം റിസ്ക് താഴെ പറയുന്ന ഇത്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. മറ്റുള്ള ആളുകളിൽ നിന്നോ കെയർ ഫെസിലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അതിന് സാധ്യതയുണ്ട്. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. ചില ബാക്ടീരിയകള് നിന്നും എന്താണ് ഇൻഫെക്ഷൻ വരാം. റിസ്ക് മേ ഓൾസോ ഡിപ്പെൻഡ് ഓൺ. എങ്ങനെയാന്ന് വെച്ചാൽ ബാക്ടീരിയ ആണ്, അതിൽ നിന്ന് ഇൻഫെക്ഷൻ വരാം, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആർക്കൊക്കെയാണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവരെന്ന് നോക്കിയേ. പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്. പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഹോസ്പിറ്റലില് നമ്മളിപ്പോ റൂമിലാ കിടക്കുന്നത്, നമ്മുടെ റൂംമേറ്റിൽ നിന്നും ഇൻഫെക്ഷൻ വരാലോ. പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ റൂംമേറ്റിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. പേഷ്യന്റ്, ഹോസ്പിറ്റൽ റൂംമേറ്റ്. ഇപ്പൊ നമ്മള് ചെല്ലാണ്, നമ്മുടെ റൂംമേറ്റിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അപ്പൊ അവർക്കും വരാം. ഇനി അടുത്ത് നോക്കിയേ, ഏജ്, particularly if the patient is more than 70 years old. എത്ര വയസ്സില്? 70 വയസ്സില് കൂടുതൽ പ്രായമായ ആളുകൾക്ക് ഇൻഫെക്ഷൻ വരാം. പ്രത്യേകിച്ച് ആ ഏജ് പറഞ്ഞിട്ടുണ്ട് അവിടെ. എന്തുകൊണ്ടാ 70 വയസ്സിൽ കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാന്ന് പറയുന്നത്? അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവാണ്, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവല്ലേ, അതുകൊണ്ട് അവർക്ക് വേഗം ഇൻഫെക്ഷൻ വരാം. ചെറുപ്പക്കാരെ വെച്ച് നോക്കുമ്പോൾ വയസ്സായവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാം. ഇമ്മ്യൂണിറ്റി കുറവാണ്, അവരുടെ ആരോഗ്യമൊക്കെ കുറവായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് വരാം. അടുത്ത ഒരു ചാൻസ് ഉള്ളവരാരാ, റിസ്ക് ഉള്ളവരാരാ? 70 വയസ്സിൽ കൂടുതൽ പ്രായമായിട്ടുള്ള പേഷ്യൻസ്.
If the patient is more than 70 years old, 70 വയസ്സിൽ കൂടുതൽ പ്രായമായിട്ടുണ്ടെങ്കിൽ. ഇനി how long patient has been using antibiotics? Patient എന്നാണ് കേട്ടോ, അത് അങ്ങനെ തന്നെയല്ലേ നോക്കിയാൽ കേട്ടോ. Patient, how long the patient has been using antibiotics? ഈ കുറെ വർഷങ്ങള്, നാളുകള് ആന്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്ന പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാം. കറക്റ്റ് ആണ്. അതായത് ആന്റിബയോട്ടിക്സ് ദീർഘകാലം ഉപയോഗിക്കുന്ന പേഷ്യൻസിനും ഈ നോസോഫോബിയൽ ഇൻഫെക്ഷൻ ഉള്ള റിസ്ക് ഉണ്ട്, സാധ്യതയുണ്ടെന്നാ പറയുന്നത്. കുറെ നാളുകളായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നവർക്ക്. അടുത്ത നോക്കിയേ, നാലാമത്തെ പോയിന്റ്, whether the patient has a urinary catheter or not. അതായത് പേഷ്യന്റിന് യൂറിനറി കത്തീറ്റർ, നമ്മൾ പറഞ്ഞില്ലേ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പറഞ്ഞില്ലേ, യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ വെദർ ഓർ നോട്ട്, കത്തീറ്റർ ഓർ നോട്ട്, അതായത് പേഷ്യൻസ് ദീർഘകാലമായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസ്, അല്ലാതെ ആ യൂറിൻ പോകാനായിട്ട് ട്യൂബില്ലേ, യൂറിനറി കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, മൂത്രം പോകാൻ ട്യൂബ് ഇടൂലേ നോർമലി ചില പ്രായമായിട്ടുള്ളവര് അല്ലെങ്കിൽ അധിക അസുഖങ്ങൾ ഇറങ്ങാൻ പറ്റാത്തവര്, സർജറി കഴിഞ്ഞവര്, ഇവർക്കൊക്കെ വേണമെങ്കിൽ യൂറിൻ പോകാനായിട്ട് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കാം. ട്യൂബാണ് കേട്ടോ കത്തീറ്റർ, യൂറിനറി കത്തീറ്റർ. ഡെലിവറി ഒക്കെ കഴിഞ്ഞാലൊക്കെ ഇടാം. അപ്പൊ അത് അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക്. പിന്നെ അടുത്ത് നോക്കിയ ലെങ്തി ICU സ്റ്റേസ്, ദീർഘകാലം ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. ലെങ്തി ICU സ്റ്റേസ്, ദീർഘകാലം ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനും ഇതുപോലെ ഇൻഫെക്ഷൻ വരാം. Whether the patient has been in a coma, ഈ കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം അല്ലെ. കോമ സ്റ്റേജില് ഓർമ്മയൊന്നും ഇല്ലാതെ ദീർഘനാളുകളായിട്ട് ഇങ്ങനെ കിടക്കാണ്, അവർക്കും എന്താണ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. Whether the patient has been in a coma, കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ വരാം. അടുത്ത് നോക്കി, ഇനി ട്രോമ, ഇനി എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റുകയാണെങ്കിൽ, ആക്സിഡൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയപ്പോ തലയ്ക്കൊക്കെ നല്ല ഒരു അടിയുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഹെഡ് ഇഞ്ചുറി ഇതൊക്കെ പറ്റുകയാണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇൻഫെക്ഷൻ വരാം. ഇനി ട്രോമ, എന്തെങ്കിലും ആഘാതങ്ങൾ പറ്റുകയാണെങ്കിൽ. അടുത്തതാണ് ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനുണ്ടാകുന്ന അപകടം. ഇമ്മ്യൂണിറ്റി പവർ കുറവുള്ളവർക്ക്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തെങ്കിലും അപകടം പറ്റുവാണ്, ഇമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും അപകടം പറ്റുവാണ്, അങ്ങനെയുള്ളവർക്കും എന്താ ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, റിസ്ക് ഒന്ന് നോക്കി, ആർക്കൊക്കെ വരാമെന്നാ പറഞ്ഞേ. പേഷ്യന്റ് ഹോസ്പിറ്റൽ റൂംമേറ്റിന് വരാം. അടുത്തത് നമ്മൾ 70 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പേഷ്യൻസിന് വരാം. ദീർഘകാലങ്ങളായിട്ട് ആന്റിബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് വരാം. യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്ന പേഷ്യൻസിന് വരാം. ദീർഘനാള് ICUയിൽ കിടക്കുന്ന പേഷ്യൻസിന് വരാം. കോമ സ്റ്റേജിൽ കിടക്കുന്ന പേഷ്യൻസിന് വരാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ട്രോമ അല്ലെങ്കിൽ ആഘാതം സംഭവിച്ച പേഷ്യൻസിന് വരാൻ സാധ്യതയുണ്ട്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന അപകടം, ത്രെറ്റൻഡ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അപകടം സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനും ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? അത് പോയിന്റ്സ് മാത്രം നോക്കിയാൽ ആർക്കൊക്കെ ഇൻഫെക്ഷൻ വരാം. ഇനി നോക്കിയേ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇനി ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രീതികൾ ഏതൊക്കെയാണ്? മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ട്രാൻസ്മിഷൻ ചെയ്യാന്ന് വെച്ചാൽ എന്താ, പകരുന്ന രീതികള്, ഇൻഫെക്ഷൻ പകരുന്ന രീതികള് പല ഇത് പറയുന്നുണ്ട്. അതില് ഒന്നാമത്തെയാണ് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ, BORNE കേട്ടോ, ബോണ്ടാണ് എന്ത്. നെക്സ്റ്റ് ഒന്ന് നോക്കിയാല് BORNE, ബോൺ. ഇങ്ങനെയാണ് ഏറ്റവും കോമൺ ആയിട്ട്, മോസ്റ്റ് കോമൺ, കറക്റ്റ് ആണ്. ജിജി ഷാജി, ഒന്ന് രണ്ട് പേര് മാത്രമാണ് കേട്ടോ ഒന്ന്
മെസ്സേജ് ഇങ്ങനെ തരുന്നുള്ളൂ. ഓക്കെ, ഒരു തമ്പൊക്കെ ഇടയ്ക്കൊക്കെ ഇട്ട് തരിക കേട്ടോ. പിന്നെ ഞങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ ബോറടിക്കില്ല. നിങ്ങൾ അത് റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ രാവിലെ വന്ന് 10 മുതൽ ക്ലാസ്സിൽ കണ്ടിന്യൂസ് ആണ്. 10 to 11 ഒരു ക്ലാസ് കഴിഞ്ഞ് നെക്സ്റ്റ് അപ്പൊ തന്നെ 2 മിനിറ്റ് വ്യത്യാസത്തിൽ അടുത്ത ക്ലാസ്സിൽ കയറി തന്നെ ഞങ്ങൾ ചെയ്യലാവൂലേ. നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു തമ്പൊക്കെ തരുമ്പോ നമുക്ക് ആ ഒരു ക്ഷീണം തോന്നില്ല. ഓക്കെ, കണ്ടിന്യൂസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. യെസ്, ഓക്കെ. എന്താണ് അപ്പൊ നമ്മള് എന്താ പറഞ്ഞത്, ട്രാൻസ്മിഷൻ ചെയ്യാനുള്ള രീതികൾ, ഈ ഇൻഫെക്ഷൻ പകരുന്ന പല രീതികളാണ്. അതിന് ചോദിക്കാറുണ്ട്. നോക്കിയേ, ഏറ്റവും മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഏറ്റവും കോമൺ ആയിട്ടുള്ള സാധാരണ രീതി, ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള സാധാരണ രീതിയാണ് കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ. കോണ്ടാക്ട് വഴിയാണ് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത്, അല്ലെ? അല്ലെങ്കിൽ ഹാൻഡ് ബോൺ കൈ കൊണ്ട്. എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ട്, ഞാൻ വേഗം വന്ന് ശരണ്യയുടെ കെട്ടിപ്പിടിച്ചു, ശരണ്യക്ക് വരൂലേ? അല്ലെങ്കിൽ കൈ എന്നു, എനിക്ക് ഇൻഫെക്ഷൻ ഉള്ള ഒരാളാണ്, ഞാൻ വന്നു. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. നമ്മൾ കൊറോണയൊക്കെ വന്നപ്പോ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. സ്നേഹപ്രകടനമൊന്നുമില്ല, ഉള്ളി നമസ്തേ ഷെയ്ക്കാനിന്റെ ഹാൻഡ്ഷേക്ക് കൊടുക്കുന്നതിന് പകരം നമ്മൾ നമസ്തേയൊക്കെ പറഞ്ഞ് ഇച്ചിരി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു. എന്തുകൊണ്ടാ? ഇൻഫെക്ഷൻ വരാതിരിക്കാൻ മാസ്കുകൾ നമ്മൾ വെച്ചു, അല്ലെ? ഇതൊക്കെ അതൊക്കെ തന്നെയാണ് നമ്മൾ ആ കൊറോണ വന്നപ്പോ ചെയ്ത കുറെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒന്നാമത്തെ സാനിറ്റൈസ് ചെയ്തു പറയുന്നുണ്ട്. ട്രാൻസ്മിഷൻ രീതികള് നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള പ്രിവെന്റീവ് മെത്തേഡുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് സാനിറ്റേഷൻ ഒക്കെ അവിടെ വന്നിട്ടുണ്ട്, സ്റ്റെറിലൈസേഷൻ സാനിറ്റേഷൻ ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള രീതി ഏതാണെന്നാ പറഞ്ഞത്? കോണ്ടാക്ട് വഴി അല്ലെങ്കിൽ ഹാൻഡ് ബോൺ, കൈ കൊണ്ടുള്ള കോണ്ടാക്ട്, അതുവഴിയുള്ള ട്രാൻസ്മിഷൻ ആണ്. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഡിവൈഡ് ഇൻടു 2 രണ്ട് സബ് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഉണ്ട്. എന്താണ് ഒന്നാമത്തെ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാല് അപ്പൊ എങ്ങനെയാ? ഡയറക്റ്റ് ആണ്, നേരിട്ട്. ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ഉണ്ടോ? ഡയറക്റ്റ് ഇൻഫെക്ഷൻ ഒരാള് നമ്മള് ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യാണ്, ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഷൈക്കാൻഡു അല്ലെങ്കിൽ നമ്മളെ വന്ന് കെട്ടിപ്പിടിച്ചു, അപ്പൊ അയാൾക്ക് നേരിട്ടാണ്. അവിടെ വേറെ മീഡിയേറ്റർ ആരൊന്നുമില്ല, നേരിട്ടുള്ള കോണ്ടാക്ട് ആണ്. ഫേസ് ടു ഫേസ് ബോഡി കോണ്ടാക്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഡയറക്റ്റ് കോണ്ടാക്ട് മീൻസ് ഫേസ് ടു body surface contact and the physical shifting of microorganisms between the host and infected. host എന്ന് പറഞ്ഞാൽ ആതിഥേയൻ, ഇൻഫെക്ഷൻ ഉള്ള ഒരാള്, അയാളിൽ നിന്ന് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളിലേക്ക് നേരെ മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, shifting of microorganism between the host and infected or colonized, such as when a person taken a patient. ഈ നമ്മള് പേഷ്യന്റിനെ തിരിക്കുമ്പോഴോ, ഇപ്പൊ നമ്മൾ പശ്ചാത്തലമായിട്ട് നിൽക്കൂലേ, ഇൻഫെക്ഷൻ ഒരാള് നോക്കുമ്പോഴോ, അവരെ ടേൺ ചെയ്യുമ്പോഴോ, അവരെ തിരിക്കുമ്പോഴോ, അവരെ give bath കുളിപ്പിക്കുമ്പോഴോ, അതുപോലെ this other patient care jobs, മറ്റുള്ള പേഷ്യന്റ് ജോലി പരിചരണ ജോലികള് അതിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് പേഴ്സണൽ കോണ്ടാക്ട് വരും. നേരിട്ട് പിടിക്കണ്ടേ? പേഷ്യന്റിനെ തിരിക്കാണ്, എഴുന്നേൽപ്പിക്കുകയാണ്, കിടത്തുകയാണ്, അവരെ കുളിപ്പിക്കുന്നു. മറ്റുള്ള പേഷ്യന്റ് കെയർ ജോബ്സ് അവരുടെ തന്മുടി ഇട്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് ഡയറക്റ്റ് ആ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോഴാണ് എന്താണ് നമ്മൾ പറയുന്നത്? ഡയറക്റ്റ് ആയിട്ട് അത്രയും നോക്കി വെച്ചാൽ ആ സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്, അതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അപ്പൊ മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് ഏതൊക്കെയാ പറഞ്ഞേക്കുന്ന? പേഷ്യൻസിനെ തിരിക്കുമ്പോഴോ, അവരെ കുളിപ്പിക്കുമ്പോഴോ, മറ്റ് പേഷ്യന്റ് കെയർ ജോബ്സ് ചെയ്യുമ്പോഴോ. ഇനി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? This consists of contact of susceptible എന്ന് പറഞ്ഞാൽ സാധ്യതയുള്ള host with the
taint എന്ന് പറഞ്ഞാൽ contaminated, intermediate objects. അത്രയും നോക്കിയാൽ മതി അവിടെ. എങ്ങനെയാണ് ട്രാൻസ്മിഷൻ വരുന്നത്? ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് ഉണ്ട്, ലൈക്ക് contaminated instruments, കണ്ടാമിനേറ്റഡുമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് വഴി, നീഡിന് വഴി, ഡ്രസ്സിങ്സ് or taint clothes that are no change between the patients. ഇപ്പൊ ഒരു പേഷ്യന്റിനെ നോക്കി ആ ഗ്ലൗസ് ഉപയോഗിച്ച് അടുത്ത പേഷ്യന്റിനെ നോക്കുകയാണെങ്കിൽ, ആദ്യം നോക്കിയ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആ ഗ്ലൗസ് ഉപയോഗിച്ച് മറ്റൊരു പേഷ്യന്റിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ വരാം. Taint the surface by needle, dried blood stream that transmit hepatitis B or C. Blood stream കൂടെ അത് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാട്ടോ. 5 തരത്തിലുണ്ട് ഹെപ്പറ്റൈറ്റിസ്. ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. അതിൽ ബിയും സിയും ബോഡി ഫ്ലൂയിഡിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുക. ബാക്കി ഫുഡ്, കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടറിൽ കൂടെയാണ് ബാക്കി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്, ഇങ്ങനെയുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് വഴി എന്ത് ചെയ്യാം, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. അത് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക അവിടെ. എങ്ങനെയാണ് ട്രാൻസ്മിഷൻ എങ്ങനെ വരുന്നത്? ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ എന്താ? ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. അത് രണ്ടും ക്ലിയർ ആയോ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന വഴി, നീഡിൽ ഉപയോഗിക്കുന്ന വഴി, ഡ്രസ്സിങ്സ്, ടെന്റ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത് വഴി, ടെന്റ് സർഫസ് ബൈ നീഡില്, ഡ്രൈഡ് ബ്ലഡ് സ്ട്രീമിൽ കൂടെ ബോഡി ഫ്ലൂയിഡ്സിൽ കൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ. അപ്പൊ അതൊക്കെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. അതായത് നമ്മുടെ ഇടയിൽ വേറൊരാളുണ്ട്, അത്രേ ഉള്ളൂ. ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാൻ വേറൊരാളുണ്ട്. നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്, ഡയറക്റ്റ് അയാളിന്ന് വരുന്നതല്ല. ഒരു ഇൻഫെക്ഷൻ ഉള്ള ഒരാള്, അയാൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അയാൾക്ക് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ്, ആ ഇൻസ്ട്രുമെന്റ്സിലാണ് മൈക്രോബ്സ് ഉള്ളത്. അത് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെയാണ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ഏതിൽ ഡ്രോപ്പിൽ കൂടെ, തുള്ളികളിൽ കൂടെ, ഡ്രോപ്സിൽ കൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഡ്രോപ്ലെറ്റ്, തുള്ളികൾ. Transmission happens when the droplets that contain microbes from infected person are pushed a short distance through the air and deposited on the patient's body. എങ്ങനെയാ വരുന്നേ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ? എങ്ങനെയാ? രോഗം ഉള്ള ഒരു വ്യക്തി, രോഗബാധിതനായിട്ടുള്ള ഒരു വ്യക്തി, ഇൻഫെക്ഷൻ ഉള്ള ഒരാള് സംസാരിക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ സംസാരിക്കുമ്പോൾ ചെറിയ തുപ്പലുകള്, ഡ്രോപ്സ് വരൂലേ അല്ലേ? ആ മൈക്രോബ്സ് ഉള്ള ആ ഡ്രോപ്സ് വായുവിലേക്കല്ല, എയറിലേക്കല്ല ഇത് പുഷ് ചെയ്യണേ. നമ്മളാണെങ്കിൽ സംസാരിക്കുമ്പോ നമ്മുടെ തുപ്പില് ആ എയറിലേക്ക് ഉണ്ടാവൂലേ? നമുക്കതൊക്കെ ചിലപ്പോ കണ്ണും കൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ളൂ. അതായത് വായുവിലേക്ക് എന്ത് ചെയ്യുന്നു? ആ ഡ്രോപ്സ്, ഇൻഫെക്ഷൻ ഉള്ള ഡ്രോപ്സ് കുറച്ച് ദൂരം പുഷ് ചെയ്യുകയും ആ ഡ്രോപ്സ് ആരിലേക്ക് എന്ത് ചെയ്യും അല്ലെ? ആ ഇൻഫെക്ഷൻ ഇല്ലാത്ത ഒരാളിലേക്ക് ആ ഡ്രോപ്സ് ചെല്ലുക ചെയ്യുന്നത്. അങ്ങനെ ആ പേഷ്യന്റിന്റെ ശരീരത്തിലേക്ക് ആ ഡ്രോപ്സ് അല്ലെങ്കിൽ അവര് ശ്വസിക്കുമ്പോൾ ആ എയറിൽ ശ്വസിക്കുന്നത്, ആ എയറിൽ എന്തുണ്ട്? മൈക്രോബ്സ് ഉള്ള ഡ്രോപ്സ് ഉണ്ട്. ആ ഡ്രോപ്സ് അവര് എന്ത് ചെയ്യാ? ബ്രീത്ത് ചെയ്യുമ്പോഴോ ശ്വസിക്കുമ്പോഴോ അത് അയാളിലേക്ക് വരാം. അപ്പോൾ ഇൻഫെക്ഷൻ വരാം. എയർ ആൻഡ് ഡെപ്പോസിറ്റഡ് ഓൺ ദ പേഷ്യൻസ് ബോഡി. അങ്ങനെ പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. ഇറ്റ്സ് മെയ്ഡ് ഫ്രം കഫിംഗ്. പ്രധാനമായിട്ട് എങ്ങനെയാ? സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചുമയ്ക്കുമ്പോൾ നമ്മൾ പറയൂലേ, വായടച്ച് വെച്ച് ചുമക്കണെന്ന കർച്ചീഫോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്, എന്തുകൊണ്ടാ? നേരിട്ട് ആ എയറിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഫിംഗ്. That droplets are generated from the source person and during the performance of certain procedure such as bronchoscopy. അപ്പൊ ഒരെണ്ണം പറഞ്ഞേക്കുന്നത് കേട്ടോ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷന്റെ. ഏതാണ്? നമ്മൾ മെയിൻ ആയിട്ട് കഫിംഗ്, ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഉള്ള അയാളില് നമ്മള് തുമ്മോ ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ സ്നീസ്. ഓക്കെ, അപ്പൊ നമ്മൾ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ
ഇൻഫെക്ഷൻ ഉള്ള ഒരാള്, അയാളിൽ നിന്ന് ആ ഇൻഫെക്ഷൻ ഡ്രോപ്സ് എയറിലേക്ക് വരും. ആ എയറിലേക്ക് ചെയ്തിട്ട് അത് കുറച്ച് ഡിസ്റ്റൻസ് നിൽക്കുന്ന ഒരാള്, അയാള് ശ്വസിക്കുമ്പോൾ അത് അയാളുടെ ബോഡിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഇൻഫെക്ഷൻ വരും. ഇനി രണ്ടാമത്തെയാണൊരു ചില പ്രൊസീജിയറുകൾ നടത്തുമ്പോൾ, ഏതാ ബ്രോങ്കോസ്കോപ്പി പോലുള്ള പ്രൊസീജിയർ നിർവഹിക്കുമ്പോഴും ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ വരാം. എങ്ങനെയാ? ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ എന്താ? is an endoscopic technique. ബ്രോങ്കോസ്കോപ്പി പോലുള്ള ചില നടപടിക്രമങ്ങളിലൂടെയും ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ സംഭവിക്കാം. അതായത് ബ്രോങ്കോസ്കോപ്പി എന്ന് പറഞ്ഞാൽ is an endoscopic technique of visualizing inside the airway. നമ്മുടെ എയർവേ വിഷ്വലൈസ് ചെയ്യാണ്. Then and for diagnostic and therapeutic purposes, ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ രോഗനിർണയത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ എയർവേ പരിശോധിക്കുകയാണ്. അത് മെയിൻ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. BRONCHOSCOP, ബ്രോങ്കോസ്കോപ്പ്. എൻഡോസ്കോപ്പി ചെയ്യാൻ എൻഡോസ്കോപ്പ് എന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ ബ്രോങ്കോസ്കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. അതൊന്നില്ലെങ്കിൽ നമ്മുടെ നോസിൽ കൂടിയോ അല്ലെങ്കിൽ മൗത്തിൽ കൂടി ഇടുന്നേ. അപ്പൊ അങ്ങനെ നമ്മുടെ എയർവേ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക്കിന്റെ ഭാഗമായിട്ടോ ബ്രോങ്കോസ്കോപ്പി പോലുള്ള പ്രൊസീജിയറുകൾ ചെയ്യുമ്പോഴും ഈ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ സംഭവിക്കാം. നമ്മുടെ ലങ്സ്, എയർവേ, അതൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു ചെറിയ ട്യൂബ്, ക്യാമറ ലൈറ്റ് ഒക്കെ ഉള്ള ട്യൂബ്, അത് നമ്മുടെ ഉള്ളിലേക്ക് ഒന്നില്ലെങ്കിൽ നോസിൽ കൂടി ആവാം അല്ലെങ്കിൽ മൗത്തിൽ കൂടി ആവാം ഇൻസേർട്ട് ചെയ്തിട്ട് ലങ്സ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് ബ്രോങ്കോസ്കോപ്പി. അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ബ്രോങ്കോസ്കോപ്പ്. അപ്പൊ ആ പ്രൊസീജിയറിലൂടെയും അല്ലെങ്കിൽ നമ്മൾ മെയിനായിട്ട് ചുമക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ സംഭവിക്കാം. അടുത്തതാണ് എയർബോൺ ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ എയർബോൺ ട്രാൻസ്മിഷൻ ഡിസെമിനേഷൻ. ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനാണ് കേട്ടോ, സ്പ്രെഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് വ്യാപിക്കുന്നത്? ക്യാൻ ബി ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ ഓർ സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്സ് ദാറ്റ് കണ്ടെയ്ൻ ദ മൈക്രോ ഓർഗാനിസം വിച്ച് റിമെയിൻ സസ്പെൻഡഡ് ഇൻ ദ എയർ ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. or dust particle that contain infectious agent. എയർബോൺ എന്ന് പറഞ്ഞാൽ വായു കൂടെ തന്നെ. അതിപ്പോ നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ഈ ഇൻഫെക്ഷൻ ഉള്ള എയർ നമ്മൾ ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ പൊടിപടലങ്ങളോ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ ദ ഇൻഫെക്ഷ്യസ് ഏജന്റ്സ്. ഇൻഫെക്ഷ്യസ് ഏജന്റ്സ് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്മൾ എയർ, നമ്മൾ ശ്വസിക്കുന്ന എയർ, അത് നമുക്ക് എന്താ ഇൻഫെക്ഷൻ ഉണ്ട്, മൈക്രോബ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ സംഭവിക്കാം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. സ്മോൾ പാർട്ടിക്കിൾ റെസിഡ്യൂ ഓഫ് ഡ്രോപ്ലെറ്റ്സ് ദാറ്റ് കണ്ടെയ്ൻ ദ മൈക്രോ ഓർഗാനിസം നിൽക്കും, റിമെയിൻ സസ്പെൻഡഡ്, നിലനിൽക്കും ദ എയർ ഫോർ എ ലോങ് പീരീഡ്. കുറെ നമ്മൾ ഇപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ സംസാരിക്കുമ്പോഴും ചുമക്കുകയൊക്കെ ചെയ്യുമ്പോൾ എയർ ആ ഡ്രോപ്ലെറ്റ്സ് ആണെങ്കിലും നമ്മൾ എന്താ ആ എയറിൽ ഇങ്ങനെ നിൽക്കും, ആ സൂക്ഷ്മാണുക്കള് എയറിൽ ഇങ്ങനെ നിൽക്കും. അപ്പോ അത് വേറൊരാളിലേക്ക് അയാളിലേക്ക് ഇൻഫെക്ഷൻ അങ്ങനെ വരാം. ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് കണ്ടെയ്ൻ ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഇൻഫെക്ഷ്യസ് ഏജന്റ്സ് ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾ, പൊടിപടലങ്ങള്, അതിൽ കൂടെയും ഇൻഫെക്ഷൻ സംഭവിക്കാം. അത് വ്യാപിക്കുന്ന എങ്ങനെയാണ്? ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന എങ്ങനെയാണ്? ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക, വ്യാപിക്കുക. ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ, ഒന്നില്ലെങ്കിൽ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയർ വഴിയാകാം, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസിലൂടെയാകാം. ഇൻഫെക്ഷ്യസ് ഏജന്റ്സ് അടങ്ങിയ പൊടിപടലങ്ങള് ഡസ്റ്റ് പാർട്ടിക്കിൾസിലൂടെയും ആകാം. നെക്സ്റ്റ് ആണ് നാലാമത്തെ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. Common vehicle transmission. This applies to microorganism transmitted to the host by the contaminated item. Contaminated ആയിട്ടുള്ള വസ്തുക്കൾ വഴി, such as food. നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് മലിനമായിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കഴുകിയ ഭക്ഷണങ്ങള്, വാട്ടർ, മെഡിക്കേഷൻ, മരുന്നുകള്,
ഡിവൈസസ്, മറ്റുള്ള ഉപകരണങ്ങള്, ആൻഡ് എക്യുപ്മെന്റ്സ്, ഇതൊക്കെ വഴി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാം. ഇതിനാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. Microorganism transmitted to the host by contaminated items. ഏതൊക്കെയാണ്? Which of the following is included in common vehicle transmission? Common vehicle transmissions include ചെയ്യുന്നത് ഏതാ? ഫുഡ് വരാം, വാട്ടർ വരാം, മെഡിക്കേഷൻ വരാം, ഡിവൈസുകൾ വരാം, എക്യുപ്മെന്റ്സ് വരാം. അതെല്ലാം നോക്കി വെക്കാം. നോൺ ലിവിംഗ് ആണ് കേട്ടോ, നോൺ ലിവിംഗ് തിങ്സ് ആണ് ഐറ്റംസ്. അടുത്ത് നോക്കിയേ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിവിംഗ് ഓർഗാനിസം ആണ് കേട്ടോ. വെക്ടേഴ്സ് ലിവിംഗ് ഓർഗാനിസം ആണ് വെക്ടേഴ്സ്. This occurs when such as mosquito, കൊതുക് വഴി ഇൻഫെക്ഷൻ വരാൻ പാടില്ല, രോഗങ്ങൾ വരാം. മോസ്കിറ്റോസ് വഴി എയർബോൺ ആണോ? ഓക്കെ, എയർബോൺ പറയാം. ആര്യ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ എയറിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. എയറിൽ കൂടെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യും. ഈ എയറിൽ കൂടെ ഇൻഫെക്ഷൻ ഡിസെമിനേഷൻ എന്ന് പറഞ്ഞ വ്യാപനമാണ് കേട്ടോ, വ്യാപിക്കുന്നത്. വ്യാപനം എങ്ങനെ എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരാന്ന്? ഐദർ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ, ഒന്ന് നമ്മൾ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞത് തന്നെയാ. എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ, എയറില് ഡ്രോപ്സ് ഉണ്ട്, അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. എയറിലല്ലേ ആ സാധനം ഇരിക്കുന്നേ? ആ ഏതാണ് നമ്മള് ഡ്രോപ്സ്, നമ്മൾ സംസാരിക്കുമ്പോൾ ആ ഡ്രോപ്സ് എങ്ങോട്ടാ വരുന്നേ? അത് എയറിലാ നിൽക്കുന്നത്. അപ്പൊ ഇൻഫെക്ഷൻ ഉള്ള ഒരാള് അയാള് സംസാരിക്കുമ്പോഴും ഒക്കെ ചെയ്യുമ്പോൾ നമ്മള് ഡ്രോപ്സ് തെറിക്കും, തുള്ളികള്, തുപ്പല് അല്ലെ, അതുണ്ടാവും. അപ്പൊ അതിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അത് നേരെ ഇങ്ങോട്ടാ, എയറിലാണ് അത് നിൽക്കുന്നത്. അപ്പോ ആ എയർ നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ഇൻഫെക്ഷൻ വരാം. അത് ബ്രാക്കറ്റിൽ ആ ഇത് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, small particle residue of droplets that contain microorganisms which remain suspended in the air for a long period of time. അതെന്താ? ആ എയറിൽ ഇങ്ങനെ നിൽക്കും. അതിന്റെ അവശിഷ്ടങ്ങള്, തുള്ളികള്, അത് എയറിൽ ഇങ്ങനെ മൈക്രോ ഓർഗാനിസംസ് ഉള്ള അതിന്റെ അവശിഷ്ടങ്ങൾ, ആ തുള്ളികള്, അതിന്റെ ചെറിയ പാർട്ടിക്കിൾസ് എയറിൽ ഇങ്ങനെ കുറെ സമയം സസ്പെൻഡ് ചെയ്യുക, നിലനിൽക്കും. അപ്പൊ ഒന്നാമത്തെ എയറിൽ എങ്ങനെയാ? എയറില് ആ ഡ്രോപ്സ് ഉണ്ട്, ആ തുള്ളികളുണ്ട്. ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ എയർ ഡ്രോപ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അത് വഴി. അല്ലെങ്കിലോ ഡസ്റ്റ് പാർട്ടിക്കിൾ, പൊടിപടലങ്ങള്. എന്തുള്ള പൊടിപടലങ്ങളാ? that contain infectious agent. Infectious agents ഉള്ള, ഇൻഫെക്ഷൻ ഉള്ള ഏജൻസ് അടങ്ങിയിട്ടുള്ള പൊടിപടലങ്ങളിൽ നിന്നും ഇൻഫെക്ഷൻ വരാം. രണ്ടെണ്ണം അവിടെ പറഞ്ഞേക്കണേ. ഒന്നില്ലെങ്കിൽ ഏതാ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന എങ്ങനെയാ? ഇത് എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ, അല്ലെങ്കിൽ എയർബോൺ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ആകാം, അല്ലെങ്കിൽ ഡസ്റ്റ് പാർട്ടിക്കിളിലൂടെ ആവാം. ഡസ്റ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? അത് സാധാ ഡസ്റ്റ് അല്ല, അതായത് നമ്മുടെ ഇൻഫെക്ഷസ് ഏജൻസ് ഉള്ള പൊടിപടലങ്ങളിൽ കൂടെ ആകാം. ക്ലിയർ ആയോ? രണ്ടെണ്ണം നോക്കിയാൽ മതി അവിടെ. Airborne droplet nuclei or dust particles that contain the infectious agents. Airborne droplet nuclei എന്താണെന്നാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്, അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. എയറിൽ അത് കുറെ നേരം ഇങ്ങനെ നിൽക്കുമെന്ന്. ആ മൈക്രോ ഓർഗാനിസംസ് അടങ്ങിയ ഡ്രോപ്സ്, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ തുള്ളികൾ, അതിന്റെ വായു തുള്ളികള് അത് കുറച്ചു നേരം എയറിൽ ഇങ്ങനെ നിൽക്കും. അത് വേറൊരാളിലേക്ക് വരാം. അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷസ് ഏജൻസ് ഉള്ള പൊടിപടലങ്ങള്, അതിൽ കൂടെ ഇൻഫെക്ഷൻ സംഭവിക്കും. ഇനി അടുത്താണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിപടലങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളിപ്പോ പൊടി, വായുവിൽ തന്നെ പൊടികളൊക്കെ ഉണ്ടല്ലോ, പല ഡസ്റ്റുകൾ ഉണ്ടല്ലോ, അതെന്താ? ഇൻഫെക്ഷൻ ഉള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, ഇൻഫെക്ഷൻ ഉള്ള ആ പൊടിപടലങ്ങൾ അതിൽ കൂടെ വരാമെന്ന് പറഞ്ഞു.
ഇനി അടുത്ത് നോക്കിയേ, വെക്ടേഴ്സ് ബോൺ ട്രാൻസ്മിഷൻ. വെക്ടേഴ്സ് എന്ന് പറഞ്ഞ എന്താണെന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം ആണ്, ജീവനുള്ള ജീവികളാണ്. അതായത് ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യുന്ന ജീവികള്. ഓക്കെ, മോസ്കിറ്റോ വഴി ഇൻഫെക്ഷൻ വരാൻ പാടില്ല നമുക്ക്, അല്ലെ? കൊതുകുകൾ കടിക്കുമ്പോഴേ നമുക്ക് ഇൻഫെക്ഷൻ വരാം. ഫ്ലൈസ്, ഈച്ചകള് ഒരു ഇൻഫെക്ഷൻ ഉള്ള, അതല്ല തുറന്നു വെച്ച ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലെന്ന് നമ്മളോട് പറയണേ. എന്തെങ്കിലും ആ ഈച്ച എവിടെയെങ്കിലും ഇൻഫെക്ഷൻ ഉള്ള എല്ലാത്തെങ്കിലും പോയിരുന്നിട്ട് നമ്മുടെ ഭക്ഷണത്തിലേക്ക് വന്നിരിക്കുമ്പോൾ ആ ഇൻഫെക്ഷൻ വരാം. റാറ്റ്, പിന്നെ അതുപോലെ തന്നെ എലികള് നമുക്ക് ഇൻഫെക്ഷൻ വരും. ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം. വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ഏതാണ്? കീടങ്ങള് അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ. ഇതാണ് വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് കേട്ടോ. കീടങ്ങള് അല്ലെങ്കിൽ ചെറിയ പ്രാണികള്, ഇതുവഴി നമുക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കുക, അത് രണ്ടും അണ്ടർലൈൻ ചെയ്ത് വിടുകയും ചെയ്യണം. വെക്ടേഴ്സ് ബോൺ ട്രാൻസ്മിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്? മാറി ചോദിക്കാൻ ചിലപ്പോ. ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ്, എക്യുപ്മെന്റ്സ്, ഇതെല്ലാം വെക്ടർ ബോൺ ട്രാൻസ്മിഷനിൽ വരുന്ന, കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്ത് വെച്ചാൽ ലിവിങ് ഓർഗാനിസം ആണ്. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലിവിങ് ഓർഗാനിസം ആണ്. അപ്പൊ ജീവനുള്ളതാണ്. ആരൊക്കെയാ? മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം. ചെറിയ കീടങ്ങള് അല്ലെങ്കിൽ ചെറിയ പ്രാണികള്, അതുവഴി ഇൻഫെക്ഷൻ വരാം. അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഡാഷ് ഇട്ടും ചോദിക്കാം കേട്ടോ. ഡാഷ് ഓക്കേഴ്സ് അല്ലെങ്കിൽ ഏത് ട്രാൻസ്മിഷൻ ആണ്? എന്താ? സച്ച് ആസ് മോസ്കിറ്റോ, ഫ്ലൈസ് സെന്റൻസ് വേണമെങ്കിൽ അങ്ങനെ തന്നെയും ചോദിക്കാം. അത് നോക്കി വെക്കാം. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം, അത്ര ഓർത്താൽ മതി. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസം, ജീവനുള്ള ജീവികളാണ്. മോസ്കിറ്റോ, ഫ്ലൈസ്, റാറ്റ്, വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസംസ്. മറ്റേ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിലെ ഫുഡ്, വാട്ടർ, education, devices, equipment. ഇവിടെ ചോദിക്കാം, which of the following is not included in vector-borne transmission? ഇൻക്ലൂഡ് ചെയ്യാത്തത് മോസ്കിറ്റോ, ഫ്ലൈസ്, then food, rat. അങ്ങനെ ചോദിക്കാം. മോസ്കിറ്റോ, ഫ്ലൈസ്, ഫുഡ്, റാറ്റ്. ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതാ? ലിവിങ് അല്ലാത്തത് ഏതാ? ഫുഡ്. പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? അത് രണ്ടും ക്ലിയർ ആക്കി വെക്കാം കേട്ടോ. 5 എണ്ണാണ് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ നമ്മൾ പറഞ്ഞത്. 5 പോയിന്റ്സ് ഉണ്ട്. ഇനി അതിന്റെ പ്രിവെന്റീവ് മെത്തേഡ് കാണും. എങ്ങനെ നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാന്ന്. വേദിയിൽ കൂടെയൊക്കെ വരാമെന്ന് പറഞ്ഞ ട്രാൻസ്മിഷൻ സംഭവിക്കാം കോണ്ടാക്ട് വഴി അല്ലെങ്കിൽ ഹാൻഡ് ബോൺ, കൈ കൊണ്ടുള്ള ട്രാൻസ്മിഷൻ. അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. രണ്ടാമത്തെ ഡ്രോപ്ലെറ്റിൽ കൂടെ വരാം, വായു തുള്ളികളിലൂടെ വരാം. അടുത്തതാണ് എയർബോൺ ട്രാൻസ്മിഷൻ, എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരാം. പിന്നെ അടുത്തതാണ് കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. ഓക്കെ, ബാക്കിത്തെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.